अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതയേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, ശ്രീ മഹാഭാരതത്തിലെ കുന്തി വാക്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഭിക്ഷയ്ക്ക് പോയ കുട്ടികൾ പതിവ് സമയം കഴിഞ്ഞിട്ടും എത്താത്തതിനാൽ ചിന്തയിൽ പെട്ടുപോയ ആ കുന്തിയെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ആ മാതാവിൻ്റെ മനസ്സ് അല്പം ആലോചനയിലാണ്ടു. കൗരവന്മാര് കുട്ടികളെ തിരിച്ചറിഞ്ഞ് ആക്രമിച്ചിരിക്കുമോ? ആ രാക്ഷസന്മാരുമായിട്ട് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിരിക്കുമോ? ആ സത്യവാദികളിൽ വെച്ച് ഉത്തമനായ വ്യാസൻ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില വിവരങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അതൊക്കെ വ്യർത്ഥമായി പോയോ? ഇങ്ങനെ പലവിധ സംശയത്തിലും ആ മാതാവ് ആ ചിന്തയിൽപ്പെട്ടുപോയി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് പാണ്ഡവര് വീട്ടിലേക്ക് എത്തിയത്. അമ്മയ്ക്ക് പെട്ടെന്ന് സമാധാനം കിട്ടുന്നതിനായിട്ട് അവരെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ, ഇതാ ഞങ്ങൾ ഭിക്ഷയും കൊണ്ട് മടങ്ങി വന്നിരിക്കുന്നു. അമ്മ അകത്തിരുന്നു കൊണ്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഇന്നത്തെ ഭിക്ഷ നിങ്ങളെല്ലാവരും കൂടി അനുഭവിച്ചുകൊള്ളുവിൻ. ഇത്രയും പറഞ്ഞതിന് ശേഷം കുന്തി പുറത്തേക്ക് വരികയും സുന്ദരിയായ പാഞ്ചാലിയെ കണ്ട് കുന്തിക്ക് ആശ്ചര്യവും ആനന്ദവും ഉണ്ടാവുകയും, പക്ഷേ താൻ പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു വിഷമാവസ്ഥയും ഉണ്ടായി. താൻ പറഞ്ഞത് അസത്യമാകാതിരിക്കുന്നതിനും അതേപോലെ തന്നെ പാഞ്ചാല പുത്രിക്ക് അധർമ്മം ബാധിക്കാതിരിക്കാനുമുള്ള ഉപായം എന്താണെന്ന് ആലോചിക്കുവാൻ കുന്തി ധർമ്മപുത്രരെ ചുമതലപ്പെടുത്തി. അവർ കൂടിയാലോചിച്ച് 5 പേരും കൂടി പാഞ്ചാലിയെ പത്നിയാക്കുന്നതിന് തീരുമാനിച്ചു. ആ ലക്ഷ്യം ഭേദിച്ച് വർണ്ണമാല്യം ചാർത്തി എതിർത്തു വന്ന ശത്രുക്കളെയെല്ലാം യാതൊരു പ്രയാസവും കൂടാതെ തോൽപ്പിച്ച വീരന്മാര് പാണ്ഡവന്മാരാണ് എന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. അതുകൊണ്ട് ബലരാമനോടുകൂടി അവരെ കാണുവാനും അവരുടെ ഗ്രഹത്തിലെത്തി. അവർ കുശലപ്രശ്നം കഴിഞ്ഞതിന് ശേഷം കൃഷ്ണനോട് യുധിഷ്ഠിരൻ ചോദിച്ചു, ഞങ്ങൾ ഇവിടെ ആരാലും അറിയപ്പെടാതെ താമസിക്കുന്ന വിവരം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്? കൃഷ്ണൻ പറഞ്ഞു, അഗ്നി എത്ര മൂടിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. പാഞ്ചാല രാജധാനിയിൽ ഇത്രയുമൊക്കെ വിക്രമങ്ങൾ കാണിക്കാൻ മറ്റാരാലും സാധിക്കുകയില്ല.
നിങ്ങളെ കൗരവരുടെ ചതിയിൽപ്പെട്ട് രക്ഷപ്പെട്ടത്, ആ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തപ്പെട്ടത് ഏറ്റവും നന്നായി. വളരെ ഭാഗ്യം. നിങ്ങൾക്ക് സർവ മംഗളങ്ങളും നൽകുന്നു. വിവാഹം കഴിഞ്ഞ് പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന് അറിയുവാൻ വേണ്ടി ദൃഷ്ടദ്യുമ്നൻ അവരെ പിന്തുടർന്നിരുന്നു. ദൃഷ്ടദ്യുമ്നനും ചാരന്മാരും കൃഷ്ണനെയും ബലരാമനെയും കണ്ടുവെങ്കിലും അവർ എന്താണ് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ പോയതിനു ശേഷം അവരുടെ സംഭാഷണം ചാരന്മാർ കേൾക്കാനിടയായി. അത് യുദ്ധമുറകളെ പറ്റിയും ആയുധ പ്രയോഗങ്ങളെ പറ്റിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ബ്രാഹ്മണരല്ലെന്നും വേഷമാറി നടക്കുന്ന ക്ഷത്രിയരാണെന്നും ദൃഷ്ടദ്യുമ്നൻ ഉറപ്പിച്ചു. ആ വിവരം അദ്ദേഹം പിതാവിനെ അറിയിച്ചു. ദ്രുപദ രാജാവ് തൻ്റെ പുത്രിയുടെ ഭർത്താവ് ആരെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വിവരങ്ങളൊക്കെ ആ പുത്രൻ പറഞ്ഞത്. പാണ്ഡുപുത്രനല്ലാതെ അഥവാ അർജുനനല്ലാതെ മറ്റാർക്കും ആ ലക്ഷ്യം ഭേദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ദ്രുപദന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അത് തെളിയിക്കപ്പെടാത്തത് കൊണ്ടാണ് ചിന്തയിൽ പെട്ടുപോയത്. 5 കുട്ടികളും മാതാവുമാണ് അവിടെ താമസിക്കുന്നത് എന്ന വിവരം കൂടി ദൃഷ്ടദ്യുമ്നൻ പിതാവിനെ അറിയിച്ചു. കർണനെയും ശല്യരെയും അവർ തോൽപ്പിച്ചപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത് ഉറപ്പായത്. എന്നാൽ അത് പൂർണ്ണമായി ഉറപ്പിക്കുന്നതിന് വേണ്ടി ദ്രുപദ രാജാവ് ഒരു പുരോഹിതനെ പാണ്ഡുപുത്രന്മാരുടെ അടുത്തേക്ക് അയച്ചു. പുരോഹിതൻ പരിശ്രമിച്ചെങ്കിലും യുധിഷ്ഠിരൻ വിവരങ്ങളൊന്നും വിട്ടു പറഞ്ഞില്ല. പുരോഹിതനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് പോയി ദ്രുപദ രാജാവിനെ സമാധാനിപ്പിക്കുക. സാധാരണക്കാർക്ക് സാധിക്കുന്ന ലക്ഷ്യമല്ല അവിടെ നടത്തിയെടുത്തതെന്നും അതുകൊണ്ട് തന്നെ സ്വപുത്രിയുടെ ഭർത്താവ് അതിശക്തനായ പുരുഷനാണ് എന്നും ദ്രുപദനെ അറിയിക്കുന്നതിന് യുധിഷ്ഠിരൻ പുരോഹിതനെ ചുമതലപ്പെടുത്തി. ഇന്ന് തന്നെയല്ല, പാഞ്ചാലി ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന വിവരം കൂടി ദ്രുപദനെ അറിയിക്കുവാൻ പറഞ്ഞു. പുരോഹിതന്റെ ദൗത്യം പൂർണ്ണ വിജയമാകാത്തതിനാൽ അവരെ അരമനയിലേക്ക് ക്ഷണിക്കുന്നതിന് രാജാവ് തീർച്ചപ്പെടുത്തി. കൊട്ടാരത്തിൽ ഭേദപ്പെട്ട സദ്യ തയ്യാർ ചെയ്ത് സന്ദേശവാഹകനെ ആ തേരും കൊടുത്ത് അർജുന്റെ സമീപത്തേക്ക് വിട്ടു. ആ ക്ഷണം നിരസിക്കുന്നത് യുക്തമല്ലെന്ന് കരുതി യുധിഷ്ഠിരൻ എല്ലാവർക്കും ഒപ്പം പാഞ്ചാലിയെയും കൂട്ടി രാജധാനിയിലേക്ക് പുറപ്പെട്ടു. പാഞ്ചാലൻ അവർക്കായിട്ട് ധാരാളം ദ്രവ്യവും ദാനം ചെയ്തു. കൂടാതെ മനോവേഗമുള്ള കുതിരകളെയും രഥം, കാലാൾ, ദാസികൾ, ദാസന്മാർ, അങ്ങനെ ധാരാളം സമ്മാനങ്ങളും ദ്രുപദൻ അവർക്കായിട്ട് നൽകി. അവർ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ട പൂജാതി ഉപകരണങ്ങൾ, ക്ഷത്രിയർക്ക് വേണ്ട യുദ്ധോപകരണങ്ങൾ, വൈശ്യർക്ക് വേണ്ട കാർഷികോപകരണങ്ങൾ, ശൂദ്രർക്ക് വേണ്ട സേവനോപകരണങ്ങളെല്ലാം തയ്യാർ ചെയ്ത് വെച്ചിരുന്നു. വന്നവർ കൂടുതൽ സമയം യുദ്ധോപകരണങ്ങളുടെ സമീപത്ത് നിന്നപ്പോൾ തന്നെ ദ്രുപദൻ അവരാരാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. അതേപ്പറ്റി വിശദമായിട്ട് നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ.